മലയാളത്തിന്റെ 20 മുൻകാല ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഇതിൽ അടിവരയിട്ട പദം ഏതാണ്? സ്വാധീനമാണ്. സ്വാധീനം അല്ലേ? ഇനി ഓപ്ഷൻസ്: എ അസ്വാധീനം, ബി അന്യാധീനം, സി പരാധീനം, ഡി സുസ്വാധീനം. സ്വാധീനത്തിന്റെ ഓപ്പോസിറ്റ് പദം ഏതാണ്? പരാധീനമാണ് അല്ലെ? പരാധീനം. രണ്ടാമത്തെ ചോദ്യം, മേദിനിക്ക് തുല്യമായ പദമേത്? അതായത് മേദിനി എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ്? എ ശരീരം, ബി സുന്ദരി, സി ആകാശം, ഡി ഭൂമി. ഇപ്പൊ മേദിനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓപ്ഷൻ ഡി ആണ് അർത്ഥം, ഭൂമി. മേദിനി പുരസ്കാരമൊക്കെ നൽകുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് മേദിനി പുരസ്കാരം അല്ലെ? അപ്പൊ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ? ഓപ്ഷൻ എ വിലക്കില്ല, ഓപ്ഷൻ ബി വിലക്കയില്ല, ഓപ്ഷൻ സി വിലക്കുകയില്ല, ഓപ്ഷൻ ഡി വിലക്കിയില്ല. അപ്പൊ വിലക്കി അധികം ഇല്ല എന്ന് വെച്ചാൽ ഏതാണ്? വിലക്കിയില്ല എന്നുള്ളതാണ്. വിലക്കിയില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ എ ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ എ എങ്ങനെയാണ്? ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ബി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ഡി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒന്നാമത്തെ നോക്കിയേ, ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം. 10 എന്നുള്ള നമ്പർ പറഞ്ഞിട്ട് പിന്നെ വർഷങ്ങളോളം എന്ന് വേണ്ട. അപ്പൊ അത് തെറ്റാണ്. പിന്നെ ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം. അപ്പൊ ഏകദേശവും 10 വർഷങ്ങളോളം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതും തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം, 10 വർഷത്തോളം. ഈ ഓളം എന്നുള്ളത് ഇവിടെ വേണ്ട. 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ ഓളം വേണ്ട, വർഷങ്ങളോളം വേണ്ട. അതെല്ലാം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം. 10 വർഷം എന്ന് മതി. 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ഓപ്ഷൻ എ രക്ഷകൻ, രക്ഷിക, ബി സ്വാമി, സ്വാമിജി, ഓപ്ഷൻ സി കാന്തൻ, കാന്ത. ഇതില് ശരിയായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദമുള്ളവ ഏതൊക്കെയാണ്? രക്ഷകൻ, രക്ഷിക, അത് ശരിയാണ്. രക്ഷകന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് രക്ഷികയാണ്. പിന്നെ സ്വാമി, സ്വാമിജി. സ്വാമിയുടെ സ്ത്രീലിംഗം ഏതാണ്? സ്വാമിജി അല്ല അല്ലേ? ഏതാണ്? സ്വാമിനിയാണ്. സ്വാമിനി. ഇപ്പൊ ഇത് തെറ്റാണ്. സ്വാമിയുടെ സ്ത്രീലിംഗം സ്വാമിനിയാണ്. കാന്തൻ, കാന്ത, ഇത് ശരിയാണ്. കാന്തൻ, കാന്ത ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം ആണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. കാണുന്നയാൾ ഒറ്റപ്പദം ഏതാണ്? എ പ്രേക്ഷകൻ, ബി പ്രേക്ഷിതൻ, സി പ്രേക്ഷിതൻ, ഡി പ്രേക്ഷകൻ. ഇതിലേതാണ് കാണുന്നയാൾ? പ്രേക്ഷകനാണ് അല്ലെ? പ്രേക്ഷകൻ. കാണുന്നയാൾ പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ എന്താണ്? ഈ ആദ്യത്തെ പ്രേക്ഷകൻ ഇത് പറഞ്ഞയച്ചയാളാണ്. പറഞ്ഞയച്ചയാൾ. പ്രേക്ഷകൻ എന്ന് വെച്ചാൽ പറഞ്ഞയച്ചയാൾ. പറഞ്ഞയച്ചയാളാണ് പ്രേക്ഷകൻ. കാണുന്നയാള് പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം നോക്കാം.
ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെയാണ് പറയുന്നത്? ടെറിട്ടോറിയൽ ഡോമിനേഷൻ. എ സർവാധിപത്യം, ബി വിദേശാധിപത്യം, സി പ്രാദേശിക ആധിപത്യം, ഡി ഭീകരാധിപത്യം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്ന് പറയുന്നത് പ്രാദേശിക ആധിപത്യമാണ്. പ്രാദേശിക ആധിപത്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്. ഓപ്ഷൻ എ കടന്നൽക്കൂട്ടിൽ കല്ലെറിയരുത്, ബി ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്, സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, ഡി കനൽക്കട്ടയിൽ ഉറുമ്പരിക്കുക. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേതാണ്? ഓപ്ഷൻ സി ആണ്, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഒമ്പതാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ, ഇ പ്ലസ് അൾ ചേർത്തെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻ എ ഇതൾ, ഓപ്ഷൻ ബി ഇവൾ, ഓപ്ഷൻ സി ഇത്, ഓപ്ഷൻ ഡി ഇയാൾ. ഇ പ്ലസ് അൾ എന്താണ്? ഇവൾ ആണ് അല്ലെ? ഇ പ്ലസ് അൾ ഇവൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പത്താമത്തെ ചോദ്യം, കുളംകോരി എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്ത്? കുളം കോരി. ഓപ്ഷൻ എ മോടി പിടിപ്പിക്കുക, ഓപ്ഷൻ ബി അധ്വാനിക്കുക, ഓപ്ഷൻ സി നന്നാക്കുക, ഓപ്ഷൻ ഡി നശിപ്പിക്കുക. കുളംകോരി എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നശിപ്പിക്കുക എന്നാണ് അർത്ഥം അല്ലെ? ഓപ്ഷൻ ഡി നശിപ്പിക്കുക. 11ാമത്തെ ചോദ്യം, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ഓപ്ഷൻ എ ആയോധന കലയുടെ പരിശീലനം, ബി ആരാധനയുടെ പ്രാധാന്യം, സി വിളവിന്റെ സമൃദ്ധി, ഡി അധ്വാനത്തിന്റെ മഹത്വം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അധ്വാനത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. 12ാമത്തെ ചോദ്യം, ആസ് ദ സീഡ് സോ ദ സ്പൗട്ട് പരിഭാഷ എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പൗട്ട്. ഓപ്ഷൻ എ വിതച്ചത് കൊയ്യും, ബി ഗുണം വിത്തിലറിയാം, സി വിത്ത് ഗുണം 10 ഗുണം, ഡി വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. ആസ് ദ സീഡ് സോ ദ സ്പൗട്ട് എന്ന് വെച്ചാൽ അതിന്റെ പരിഭാഷ എന്താണ്? ഓപ്ഷൻ സി ആണ്, വിത്ത് ഗുണം 10 ഗുണം. 13ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമേത്? ഓപ്ഷൻ എ തടിനി, ഓപ്ഷൻ ബി തളിമം, ഓപ്ഷൻ സി സൈഗതം, ഓപ്ഷൻ ഡി തലിനം. ഇതിൽ നദിയുടെ പര്യായം ഏതാണ്? ഓപ്ഷൻ എ ആണ്, തടിനി. തടിനി നദിയുടെ പര്യായമാണ്. തളിമം എന്നാൽ എന്താണ്? തളിമം എന്ന് വെച്ചാല് കട്ടിൽ എന്നാണ്. കട്ടിൽ. കട്ടിലാണ് തളിമം. സൈഗതം എന്താണ്? സൈഗതം സൈഗതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽത്തിട്ടയാണ്. മണൽത്തിട്ട. തലിനം എന്ന് വെച്ചാലും മെത്ത തന്നെയാണ്. മെത്ത, കട്ടിൽ അങ്ങനെയൊക്കെയാണ് തലിനം. എന്നാൽ തളിനം, തളിമം ഒക്കെ കട്ടിലിന്റെ പര്യായ പദങ്ങളാണ്. സൈഗതം, മണൽത്തിട്ട, തടിനി, നദി. അടുത്തത് 14ാമത്തെ ചോദ്യം, വിപരീത പദം ചഞ്ചലം. ചഞ്ചലത്തിന്റെ വിപരീത പദം ഏതാണ്? എ സചഞ്ചലം, ബി അചഞ്ചലം, സി സഞ്ചിതം, ഡി ചഞ്ചലത. ഇതിൽ ഏതാണ്? ചഞ്ചലം അചഞ്ചലമാണ്. ചഞ്ചലം അചഞ്ചലം, ബി ആണ് ഉത്തരം. അടുത്ത 15ാമത്തെ ചോദ്യം, സമാന പദം ഇനൻ. ഇനൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എ കാറ്റ്, ബി തീ, സി വെയിൽ, ഡി സൂര്യൻ. ഇനൻ എന്ന് വെച്ചാൽ ആരാണ്? സൂര്യനാണ്. ഇനൻ എന്ന് വെച്ചാൽ സൂര്യനാണ്. 16ാമത്തെ ചോദ്യം, തെറ്റില്ലാത്ത വാക്യം ഏത്? എ നന്ദി രേഖപ്പെടുത്തുന്നു, ബി നന്ദി പറയുന്നു, സി നന്ദി തരുന്നു, ഡി നന്ദി വാങ്ങുന്നു. ഏതാണ് തെറ്റില്ലാത്ത വാക്യം? നന്ദി പറയുന്നു. നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നന്ദി പറയുന്നു. 17ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. ഉണ്മ
ഉണ്മ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻ എ ഉൾ പ്ലസ് മ, ബി ഉൺ പ്ലസ് മ, സി ഉ പ്ലസ് ഉണ്മ, ഡി ഉൺ ഉണ് പ്ലസ് മ. ഇതിലേതാണ് ശരി? ഉൾ പ്ലസ് മായാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉൾ പ്ലസ് മായാണ് ഉണ്മ. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ നിശ്ചയം, ബി നിശ്ചയം, സി നിശ്ചയം, ഡി നിശ്ചയം. ഇതിലേതാണ് ശരിയായ പദം? നിശ്ചയമാണ് അല്ലെ? നിശ്ചയം. ഓപ്ഷൻ സി ആണ് ഉത്തരം, നിശ്ചയം. 19ാമത്തെ ചോദ്യം, അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക, ബി കച്ച കെട്ടുക, സി ഭാണ്ഡം മുറുക്കുക, ഡി നക്ഷത്രക്കാലെണ്ണുക. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ ആണ് ഭരതവാക്യം ചൊല്ലുക എന്നുള്ളതാണ്. ഭരതവാക്യം ചൊല്ലുക. അവസാനത്തെ ചോദ്യം, പരോപകാരം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ പരോ പ്ലസ് ഉപകാരം, ബി പര പ്ലസ് ഉപകാരം, സി പരന് പ്ലസ് ഉപകാരം, ഡി പരൻ പ്ലസ് ഉപകാരം. ഇതിലേതാണ്? പരോപകാരം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? പര പ്ലസ് ഉപകാരമാണ്. പര പ്ലസ് ഉപകാരമാണ് പരോപകാരം.